അപ്പോൾ ഇന്നത്തെ വീഡിയോ പൈനാപ്പിളും തേങ്ങയും വെച്ചിട്ട് ഇപ്പോഴത്തെ ട്രെൻഡായ ഒരു വെറൈറ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ജ്യൂസാണ് തയ്യാറാക്കി എടുത്താലോ. അതെങ്ങനെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പഴുത്ത ഭാഗം നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ഭാഗത്തോളം ഉണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ കഷ്ണങ്ങളാക്കി എടുക്കുക. അപ്പോൾ എൻ്റെ കൂമ്പൊന്ന് ചെത്തിക്കളയാം കേട്ടോ. നല്ല കട്ടിയുള്ള ഭാഗമാണെങ്കിൽ ഒന്ന് ചെത്തിക്കളയുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഒരു ലൈക്കും നിർബന്ധമായിട്ട് തരിക കേട്ടോ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് കേട്ടോ. എന്നാലാണ് പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇതേപോലെ എത്തുള്ളൂ. ഇനി ഇത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് എളുപ്പം അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു അരമുറി തേങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ തേങ്ങയാണ് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. പിന്നെ ഒരു 5ഓളം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. പിന്നെ ഇതിലേക്ക് തണുപ്പിനാവശ്യമായ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൊണ്ട് അരച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലവണ്ണം അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാഞ്ഞത്. ഇനി ഒന്നും കൂടെ നന്നായിട്ട് കൊണ്ട് അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരഞ്ഞുകൊണ്ട് ഇത് അരിച്ചെടുക്കണമൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അടിച്ചെടുത്ത ഉടനെ തന്നെ കഴിക്കാനുണ്ട് ഏറ്റവും നല്ലത്. കൂടുതൽ ഇരിക്കുന്നതോറും ഇതിൽ തേങ്ങയുടെ സ്മെല്ല് കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അടിച്ച ഉടനെ തന്നെ ഉപയോഗിക്കാവും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.